ആഹാ, മോളെ എണ്ണീറ്റ് കുളിയും കഴിഞ്ഞു. എന്തിനാ മോളെ ഇത്ര നേരത്തെ എണ്ണീറ്റ് പച്ചവെള്ളത്തിൽ കുളിച്ച്? പനി വരുത്താനാ? ഓ, അതൊന്നും സാരമില്ലമ്മേ. കുളിക്കാതെ ഇങ്ങനെ അടുക്കള കയറ. ഇന്നെന്തായാലും മോളെ അടുക്കള കയറണ്ട. മോളി കാപ്പി കൊണ്ടുകൊടു. ജയൻ കുഞ്ഞെണീറ്റാ ഉടനെ കാപ്പി കൊടുത്തില്ലെങ്കിൽ അന്ന് ഇവിടെ ഇളക്കി മറിക്കും. ഓഹോ, അങ്ങനെ ഒരു ശീലമുണ്ടോ? ആ, ഒരു കപ്പ് മതിയമ്മേ. ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല. ജയന് ഇറച്ചിയും മീനും ഒന്നും ഇല്ലെങ്കിൽ ഒരു വറ്റ ഇറങ്ങത്തില്ല. മോക്കങ്ങനെ നിർബന്ധമൊന്നും ഇല്ലല്ലോ? ഏയ്, എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇനി മുതൽ അവന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ മനസ്സിലാക്കി നടത്തേണ്ടത് മോളാ. ഇന്നലത്തോടെ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇന്ദിര എവിടെ അമ്മേ? അവൾ അമ്പലത്തിൽ പോയി. അയ്യോ, ഇന്ദിര പോവെന്നറിഞ്ഞെങ്കിൽ ഞാനും പോയേനെ. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പോവാം. മഹാലക്ഷ്മി, എന്തൊക്കെയായാലും ജയൻ കുഞ്ഞു ഭാഗ്യമുള്ളവനാ. ഗുഡ് മോർണിംഗ്. മതി കിടന്നത്, എഴുന്നേൽക്ക്. സമയം 7:30. എപ്പണീക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അല്ല, ഞാനാ. ഇനി മുതൽ എപ്പ ഉറങ്ങണം, എപ്പ ഉണരണം എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ. ഉറങ്ങിയില്ലെങ്കിൽ സ്ലീപ്പിംഗ് ബിൽസ് തന്ന് ഉറക്കും. ഉണർന്നില്ലെങ്കിൽ വെള്ളം കോരി ഒഴിച്ച് ഉണർത്തും. ആ, കാപ്പി കുടിക്കണ്ടേ? ഇതിൽ നീ എന്താ വിഷം കലക്കിയിട്ടുണ്ടോ? അയ്യോ, വിഷം കലക്കി തന്നാ നിങ്ങൾ പെട്ടെന്ന് ചത്തൂലേ. അങ്ങനെ സുഖിക്കാൻ ഞാൻ വിടൂല. കാലത്തെ നിന്റെ എഴുന്ന അവിഞ്ഞ മോന്തയിലെ കണി കണ്ടത്. ഇന്നത്തെ ദിവസം പോക്ക. ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും പോക്കാം. ഈ അവിഞ്ഞ മോന്ത തന്നെ കാണേണ്ടി വരും. കൂടുതൽ ചിലക്കാതെ കാപ്പി ഞാടി. എന്റെ കാപ്പി കയറാൻ. ആ കാപ്പിയാണ് ഞാൻ ഇപ്പൊ കുടിച്ചത്. ഇനി മുതൽ ബെഡ് കോഫി ഇല്ല. അയ്യോ, ബെഡ് കോഫി ഇല്ലെങ്കിൽ എനിക്ക് ബാത്റൂം പോകാൻ പറ്റില്ല. പോണ്ട, ഒരു നിർബന്ധവും. കാപ്പി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, അമ്മയെ വിളിച്ച കാപ്പി കിട്ടുമെന്നൊന്നും കരുതണ്ട. മോന് തന്നയച്ച കാപ്പിയാ ഞാനിപ്പോ കുടിച്ചത്. അല്ല, കാര്യങ്ങൾ അമ്മയെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. പക്ഷെ അമ്മയുടെ ഹാർട്ട് പെട്ടെന്നൊരു ഷോക്ക്. ഞാനിങ്ങനെ ഈ പത്രം നീ വായിച്ചില്ലേ? ഇല്ല. മന്ത്രിസഭ ഉടനെ വീണ്ടും കുഴപ്പമാകുന്ന ലക്ഷണ. സ്നേഹം, നമ്മുടെ സ്നേഹത്തിന്റെ ആഴം അച്ഛൻ ശരിക്കും മനസ്സിലാക്കി. നീ ഇങ്ങനെ അലറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോ രാധിക വളരെ വിദഗ്ധമായി നിന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? അന്നേ ഞാൻ പറഞ്ഞേലടാ. അപ്പൊ നിനക്കായിരുന്നില്ലേ ക്രിമിയടി? സോറി ജയ, കണ്ടകശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്. ഇത് നിന്നെയും കൊണ്ടേ പോകും. ആദ്യ രാത്രി സ്ലീപ്പിംഗ് പിൽസ് കലക്കി തന്നവള് ഇനി പാഷാണം കലക്കി തരാനും മടിക്കില്ല. അങ്ങനെ അവള് കലക്കി തന്ന അതിന്റെ പാതി നിന്നെ കൊണ്ട് ഞാൻ കുടിപ്പിച്ചിരിക്കും. നാവ് വളച്ചൊന്നും പറയാതെ തെണ്ടി. ഏതായാലും നിന്റെ ഭാര്യയോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. നീ ഒരു കോപ്പും സംസാരിക്കണ്ട. ഇന്ന് നീ വണ്ടി കയറും. വണ്ടി കയറാൻ. ഞാൻ ചില നമ്പറുകളൊക്കെ ഇട്ട് രാധികയുടെ ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തും. സൈക്കോളജിക്കൽ അപ്രോച്ച്. ഈ കൂടുതൽ അപ്രോച്ച് എടുത്ത് അവള് നിന്നെ എൻക്രോച്ച് ചെയ്യാതിരിക്കാൻ. എങ്ങോട്ടെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? നിങ്ങൾ ആണുങ്ങൾക്ക് തോന്നിയ പോലെ ഇറങ്ങി അങ്ങ് പോയാ മതി. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാ തീ തിന്നുന്നെ. കുറച്ചു നേരം കാണാതായപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? ദേ ഉണ്ണി, ഇനി ജയേട്ടനെയും കൊണ്ടുള്ള കറക്കം നിർത്തണേ. എവിടെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇതുവരെ? അതെ, എനിക്ക് ഇൻകം ടാക്സിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ടായിരുന്നു. ഇത്തവണ അവരെനിക്ക് അസസ് ചെയ്തിരിക്കുന്നത് 1,57,635 രൂപ 56 പൈസ 55 പൈസയോ 57 പൈസ. അയ്യോ, കഷ്ടമായി പോയി കേട്ടോ. അല്ല ചേട്ടാ, ഈ വായി നോക്കി നടക്കുന്നവർക്ക് എന്ന് മുതലാ ഗവൺമെന്റ് ഇൻകം ടാക്സ് ഏർപ്പാടാക്കിയത്? നിനക്ക് ഇൻകം ടാക്സിന്റെ സമയമാകുമ്പോ ഞാൻ അറിയിക്കാം. അതെ, ആ സമയത്ത് അന്നസറി ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഇവിടെ സംസാരിച്ച് നാവിലെ വെള്ളം വെച്ചിരിക്കാം. കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ടൊന്നുമില്ല. ചൂടോ അതോ? ചൂടായാലും ഹോട്ടായാലും കുഴപ്പമില്ല. ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നാണല്ലോ. ഉണ്ണേട്ടിന് നല്ല മധുരം വേണം. ആളൊരു പഞ്ചാര പ്രിയനാണ്. അതെയോ? എന്നാ ഇപ്പൊ എടുക്കാം. എടാ, ഞാൻ മിണ്ടരുത്. അവള് പറയുന്നൊന്നും മിണ്ടിപ്പോരുത്. ഉടനടി നിന്നെ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കണം.
എടാ സ്വന്തം ഭർത്താവിനെ കുറച്ചു നേരത്തേക്ക് കാണാതായപ്പോ തീരുന്ന ഭാര്യ നിനക്ക് സ്ലീപ്പിംഗ് പിൽസ് തന്നു എന്ന് പറഞ്ഞാൽ സുബോധമുള്ളവർക്ക് ബോധ്യപ്പെടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അവള് കലക്കി തന്ന ഉറക്കക്കുളി കഴിച്ച് ബോധം പോയി എന്നേക്കാൾ നിശ്ചയം ജന്മനാ ബോധമില്ലാത്ത നിനക്കാണോ പുല്ലേ? പഞ്ചാരപ്രിയനാണല്ലേ കൂട്ടുകാരൻ. ഇന്ന് അവന്റെ പ്രിയം ഞാൻ നിർത്തിത്തരാം. ഉഷ്ണം ഉഷ്ണേന ശാന്തിയല്ല, ഉഷ്ണം ഉപ്പേന ശാന്തി. ജയന് ചായ എടുത്തില്ലേ? ജയേട്ടന് ഞാൻ അധികം ചായ കൊടുക്കാറില്ല. അല്ലേ? ചായ അധികമായ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് ഈ ആഴ്ചത്തെ മഹിളാരത്നത്തിലുണ്ടായിരുന്നു. ഭാര്യയെ കഴുത്തേരിച്ചൊന്നൊരു ഭർത്താവിന്റെ കഥയും ഈ ആഴ്ചത്തെ മഹിളാരത്നത്തിലുണ്ട്. എന്താ? ഒന്നുമില്ല. ജയ, ഉത്തമ ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ ആരോഗ്യത്തെ കുറിച്ച് ബോധവതിയായിരിക്കും. പഞ്ചാരപ്രിയന് മധുരം മതിയോ? എന്നാ കുടിക്കേ. ഇങ്ങനെയാണോടാ ചായ കുടിക്കുന്നത്? ഇങ്ങനെ കുടിക്കാം. എടാ കണ്ണി കണ്ടത് വലിച്ചു വാരി കഴിക്കുമ്പോ ആലോചിക്കണം. മനുഷ്യന്റെ കുടല് വരെ പുറത്തു വന്നിരിക്കുമ്പോഴാ തന്റെ ഒരു ഈ കണക്ക് പോയ കുടലല്ല നിന്റെ ഹാർട്ട് വരെ പുറത്തു. വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ മുതുകൊന്ന് തടവിത്താ വാളെ. ഇതാണ് വാള്. ഇവരെന്താ വിഷം കഴിച്ചിരിക്കണു? വിഷം തന്റെ. അയ്യോ എന്താ ഇവിടെ എന്ത് പറ്റി? ഇവൻ പരാമറടിച്ചിരിക്കുന്നു. വിഷം. അയ്യോ ഇത് പരാമറല്ല ചേട്ടാ, മറ്റവനാ. മറ്റവൻ ആ മദ്യം വെള്ളം ചേർക്കാതെ മുഴുവനായിട്ട് കടിച്ചു കളഞ്ഞു. ഇപ്പൊ ഞാൻ മേനം ചോട്ടി ഇപ്രാവശ്യം ചേട്ടാ ക്ഷമിക്ക്. ഏറ്റോ ആ ഇവന്റെ കാര്യം ഞാൻ ഏറ്റു ചേട്ടല്ലോ. ഉണ്ണി നിനക്കെന്റെ ഭാര്യയോട് സംസാരിക്കണ്ടേ? വേണ്ട. അയ്യോ. എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. അതുകൊണ്ടൊന്നും രക്ഷയില്ല. ടിവിയിലും റേഡിയോയിലും പത്രത്തിലും ഒക്കെ നിന്റെ ഫോട്ടോ ഇട്ട് രാധിക നിന്നെ തപ്പിപ്പിടിക്കാതിരിക്കില്ല. സാർ ഭാര്യ വന്നിട്ടുണ്ട്. അയ്യോ അവളോ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് താൻ പറഞ്ഞോ? അതല്ല, ഭാര്യ സിനിമയുടെ പ്രിന്റ് വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഭാര്യ നമ്മൾ ഉദ്ദേശിക്കണ പോലെ പോകുന്നു തോന്നുന്നില്ല. വളരെ ശരിയാ. ഇങ്ങനെ പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും ചെന്ന് നിൽക്കില്ല. അത്രയ്ക്ക് കലക്കം ഭാര്യയല്ലേ കിട്ടിയിരിക്കുന്നത്. അതേത് ഭാര്യ? എന്റെ അമ്മായിയമ്മയുടെ രണ്ടാം കെട്ടിലുള്ള ഭാര്യ. ചെന്ന് ഇന്റർവെല്ലിൽ മണിയടിക്കണ. അത്രയും അവന് കൊടുത്തത് വളരെ നന്നായി. നിങ്ങൾ കള്ളും കുടിക്കൂലേ? ആ കുടിക്കും. നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ അപ്പനെ കള്ള പൊട്ടം കോൺട്രാക്ടർ ശ്രീധനായിട്ട് കൊടുത്തയച്ചൊന്നുമല്ലോ. എന്റെ കാശ് മുടക്കി എന്റെ വീട്ടിൽ വെച്ചാൽ ഞാൻ കുടിക്കുന്നത്. അതിന് നിനക്ക് എന്താടി നഷ്ടം? എന്താ അവിടെ? എന്താ അവിടെ തമാശ കളിക്കുക. തമാശ കളിക്കാൻ അവളെന്തിനാ കരയുന്നേ? ഞങ്ങൾ ഓടിത്തൊട്ട് കളിക്കുക. ഓടിത്തൊട്ട്. നീ വാതിൽ തുറക്ക്. അതുമോളെ എന്താ ഇവിടെ? ഒന്നുമില്ല. പിന്നെ
എന്താടാ? എന്താ മോളെ? പാറ്റ ഇതിൽ വന്നപ്പോ പാറ്റ കണ്ട ഇവൾക്ക് ഭയങ്കര പേടിയാണല്ലോ. അമ്മേ കുപ്പി. അത് കുപ്പിയുടെ മോളിൽ കൂടെ വന്ന് പാറ്റ എതിലെയോ പറന്നുപോയി. ആഹാ അത്രേ ഉള്ളോ? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അമ്മേ ഒരു വലിയ പാറ്റയുണ്ട് ഇവിടെ. എനിക്ക് ഇവിടെ കിടക്കാൻ പേടിയാ. ഞാൻ ഇതിനൊക്കെ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ രാധു. അതല്ലേ പേടി. എന്താ പ്രശ്നം? അവരെ ഇതുവരെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. നീയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാ മതി. പോടിയപ്പുറത്തേക്ക്. ആ പാറ്റ എങ്ങോട്ടാ മോളെ പോയെ? ദേ അവിടെ അയ്യോ അല്ലല്ല, അങ്ങോട്ട് പോയി. അങ്ങോട്ടോ. അങ്ങോട്ടാണോ? അല്ല അച്ഛൻ എന്തറിയോ, അങ്ങോട്ട്. അല്ല ഞാൻ നോക്കാം. നിങ്ങൾക്കുമല്ല ഭ്രാന്തുകൊണ്ട് രാത്രി പാറ്റയെ തപ്പാൻ. ഇതൊക്കെ നേരം വെളുത്തിട്ട് തപ്പിക്കൂടെ? എടാ അവക്ക് പാറ്റായി പേടിയാന്ന് അതൊക്കെ പറഞ്ഞു. ഞാൻ അവൾക്ക് പിടിച്ചു കൊടുത്തോളാം അച്ഛൻ. ഇപ്പൊ ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങണ്ടേ? നീ ഒന്ന് മാറിക്കേ. അച്ഛൻ എന്തറിയോ പാറ്റയുടെ കേസല്ലേ, ഞാനൊന്ന് നോക്കട്ടെ. പ്രശ്നം? ദേ, അവിടെയാണ് അച്ഛാ. അവിടെ അവിടെ നിന്നേ. ഏ ഇതെന്താടാ ഇത് മൂത്രം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുക. ടെസ്റ്റ് ചെയ്യാൻ ഇത്രയും മൂത്രം? ടെൻഷനിൽ ഒരുപാട് ഒഴിച്ചു. നിനക്ക് മഞ്ഞപ്പിത്തം ഉണ്ടോ? സംശയം ഉണ്ടല്ലേ? ആ ഇതിന് നിറങ്ങണ്ടോ? ഒയ്യോ, ഇതെന്താണെന്ന് മോൻ അറിയാൻ പാടില്ലേ? ഇല്ല. ആ എന്നാ ഇത് ബ്രാൻഡിയാ. ഒയ്യോ, ഇത് കുടിച്ചാ നല്ല സുഖം. ഇവിടൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാം. അതെയോ? അത് അറിയത്തേ ഇല്ലേ? ഇല്ല. അറിയത്തില്ല. അറിയാം ബ്രാൻഡി. എന്റെ ഈശ്വര, എടാ നീ ഇതും തുടങ്ങിയോ? ഇല്ല. അമ്മേ ചേട്ടൻ കുടിക്കുമായിരുന്നു അല്ലേ? എന്റെ മോൾക്ക് അറിയാതെ അവനൊരു ബുദ്ധിമോശം സംഭവിച്ചതാ. നീ മിണ്ടരുത്. ബുദ്ധിമോശം സംഭവിച്ചോ? ദാ, ഇന്ന് വരെ ഒരു പെണ്ണിനെ കണ്ണിരി കുടുംബത്തിൽ വീണ്ടില്ല. നീ കാരണം അത് സംഭവിച്ചു. കുടുംബത്തിലോയി. എടാ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും, ഇനി കുടിക്കില്ലെന്ന്. അമ്മയുടെ തല മാത്രമല്ല, നിന്റെ ഭാര്യയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. സത്യം. അങ്ങനെയല്ല, പേര് പറഞ്ഞ് സത്യം ചെയ്യടാ. എന്റെ അമ്മയാണ്, എന്റെ ഭാര്യ രാധുവാണ്. ഇനി മേലിൽ ഞാൻ കുടിക്കില്ല. സത്യം. ഇതുകൊണ്ടൊന്നും ആയില്ല. ഇനിയും എത്രയോ സത്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. സാക്ഷാൽ ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപട്ടർ വന്നാൽ പോലെ എന്നെ ഒരു പുല്ലും ചെയ്യാൻ സാധിക്കില്ലടി.